കണ്ടുപിട്ടിയത് വേറ്റുനിക്കാഹ് എന്ന് പറഞ്ഞ ആപ്പിലാണ്. പക്ഷെ ഞാൻ ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരാളല്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അതെ. പക്ഷെ എങ്ങനെയൊക്കെയോ ഒരു കോയിൻസിഡൻസിൽ ഞങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടി. പിന്നെ അങ്ങനെ പരിചയപ്പെട്ടു. വീട്ടുകാരായിട്ട് തന്നെ അറേഞ്ച്ഡ് ആയിട്ട് മാരേജ് ഫിക്സ് ചെയ്യുന്ന രീതിക്കായി. പിന്നെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് 15 ദിവസം കഴിഞ്ഞിട്ടാണ്. മെസ്സേജ് ഒക്കെയാണ് ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ ചെയ്തത്. പിന്നെ ഫസ്റ്റ് ആയിട്ട് ഒരു പാർക്കിൽ വെച്ച് മീറ്റ് ചെയ്തു. അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. അത്രയ്ക്കും ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നൊരു മൊമെന്റ് ആയിട്ടാണ് തോന്നിയത്. അങ്ങനെ ഇപ്പം ഞങ്ങൾ അത്രയും ആഗ്രഹിച്ചിരുന്നൊരു ദിവസമാണ് വന്നേക്കുന്നത്. ഒരുപാട് എക്സൈറ്റഡ് ആണ് ആളിനെ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ എന്നെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലുക്ക് കൊടുക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ്. ആദ്യമായിട്ട് കണ്ടപ്പോൾ ആള് ഫസ്റ്റ് ഫോട്ടോയിൽ തന്നെ എനിക്ക് ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് തോന്നി. എല്ലാവർക്കും അയച്ചു കൊടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞ സെയിം ഡയലോഗാണ്, ഒരു ഇന്നസെന്റ് സ്മൈല്. അത് സെയിം സ്വഭാവം, ക്യാരക്ടർ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതാണ് എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തത്. പിന്നെ ബാക്കി കാര്യങ്ങൾ പിന്നെ ഒരുപാട് ലവിങ് ആണ്, കെയറിങ് ആണ്. എല്ലാം അടിപൊളിയാണ്. വേറ്റുനിക്കായിൽ കണ്ടപ്പോ തന്നെ എനിക്ക് സ്പാർക്ക് ആയില്ല. ആൾക്ക് തിരിച്ചങ്ങനെയായിരുന്നു. ആളോട് ചോദിച്ചാൽ മതി അത്. കാരണം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കണം. അത് കറക്റ്റ് സ്റ്റോറിയൊക്കെ എല്ലാവർക്കും അറിയാമോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ മെസ്സേജ് കാര്യങ്ങൾ അയച്ച് പിന്നെ ഞങ്ങൾ ടോക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഒരേ വേവ് ലെങ്ത് ആയിട്ട് തോന്നി. അപ്പം അങ്ങനെ ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തോന്നിയതാണ്. അങ്ങനെ അതിപ്പോഴും അതേപോലെ തന്നെ ആ ഒരു ഫസ്റ്റ് മീറ്റപ്പിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ അത് പ്യുവറായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ മാഷാ അല്ലാഹ് ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ ലൈഫിലും അങ്ങനെ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഫുള്ളാണ്, ഫുൾ. അതെ അതെ. മെമ്മറീസ് കുറേ ഉണ്ട്. കാരണം എന്നെ അൺഎക്സ്പെക്റ്റഡ്ലി കണ്ടുമുട്ടിയതാണ് വേറ്റുനിക്കാഹിൽ. പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും ലവിങ് ആയിട്ടുള്ളൊരു പാർട്ട്ണറിനെ എനിക്ക് കിട്ടുമെന്ന്. പക്ഷെ അത്രയ്ക്കും ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ് ആ ഒരു കാര്യത്തിൽ. പിന്നെ എനിക്ക് ഒരുപാട് സർപ്രൈസസ് തന്നിട്ടുണ്ട്. അതിലേറ്റവും എനിക്ക് മെമ്മറി ആയിട്ട് കിടക്കുന്നത് ഞാൻ മെഡിക്കൽ സെൻ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ ഭയങ്കര സാഡായിട്ടിരിക്കുന്ന ഒരു ഡേ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ തിരിച്ചിറങ്ങി വന്നപ്പോൾ എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വന്നു. അത് ഫ്ലൈറ്റിലാണ് വന്നത്. അബുദാബിയിൽ നിന്ന് ഷാർജയിലേക്ക് ഫ്ലൈറ്റിൽ എന്നെ കാണാൻ വന്നു. അത് ഒരുപാട് തവണ നടന്നിട്ടുണ്ട്, പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ എല്ലാവരെയും പോലെ ഒരു ലവ് സ്റ്റോറി ഒക്കെ തന്നെയാണ്. പക്ഷെ ഞങ്ങളുടെ ലവ് സ്റ്റോറി ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ആദ്യമായിട്ട് ഫസ്റ്റിലാനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് കാണുന്നത് വെച്ചാൽ ഒരു ദിവസം ഈവനിങ് ഇങ്ങനെ നോമ്പ് ടൈമിലാണ്. നോമ്പ് കുറിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഞാൻ വേറ്റുനിക്കാ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തത്. ആക്ച്വലി മാരേജ് ഒന്നും നോക്കുന്നില്ല, ജസ്റ്റ് അപ്പം വീട്ടിൽ സ്റ്റാർട്ട് ഇങ്ങനെ പറഞ്ഞു വീട്ടിൽ നോക്കാമെന്ന്. അങ്ങനെ വേറ്റുനിക്കാ ഇൻസ്റ്റാൾ ചെയ്ത് മറ്റേ പ്രീമിയം മെമ്പർഷിപ്പ് ആണല്ലോ, അതെടുത്ത് കഴിഞ്ഞിട്ട് ലൊക്കേഷനൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് തന്നെ വന്ന പ്രൊഫൈൽ സജഷൻ വന്ന ഫസീയുടെ ആണ്. അങ്ങനെ ഫസ്റ്റ് തന്നെ ഫോട്ടോയും കണ്ടു, ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറയുന്നത്, ഒരു സ്പാർക്ക് തോന്നില്ലേ, ആ ഒരു സ്പാർക്ക് തോന്നി. അങ്ങനെ കണ്ടിട്ട് ഇൻട്രസ്റ്റ് കിട്ടപ്പോഴത്തേക്ക് തന്നെ ഫസിയുടെ ഉമ്മയുടെ ഡീറ്റെയിൽ ആണ് കൊടുത്തേക്കുന്നത്. കാരണം ഉമ്മയെ അവിടെ തന്നെ UAE അവർ. അപ്പോൾ അങ്ങനെ ഉമ്മയെ വിളിച്ചു, അങ്ങനെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചു. അങ്ങനെ ഉമ്മ ഫസിക്ക് ഫോട്ടോ ഇട്ട് കൊടുത്തെൻ്റെ. ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് എന്താ പറ്റിയേ പറ. എനിക്ക് സ്പാർക്ക് അടിച്ചു. പിന്നെ ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ഇഷ്ടമായി. ഞങ്ങളെന്തായാലും അങ്ങനെ എന്തായാലും സംസാരിച്ചു. തീരുമാനിച്ച ആൾക്കാരാണ്. കോയിൻസിഡൻസ് അല്ല, അതേപോലെ ഞങ്ങൾ എന്തായാലും ഹാപ്പിയാണ്. ഇപ്പോൾ എന്താണ് അറേഞ്ച് വിത്ത് മാരേജ് അല്ല അറേഞ്ച് പ്ലസ് ലവ് മാരേജ് എന്നുള്ള രീതിയാണ്. ഹാപ്പിയാണ്.
चल रही तू मुझे संग जाने कहाँ, क्यों रुक गया लम्हा ये तू ही बता। जाने ना क्यों अपना बस तू ही लगे, बेमतलबी सा लगे सारा जहां। सवाल एक है मेरा, क्या तुम्हें भी प्यार है? ये जानना इस दिल को जरूरी तो है, जरूरी तो है, जरूरी तो है। वो तू ही तो है, जरूरी तो है। वो तू ही तो है, जरूरी तो है। मेरी हर एक सुबह तुमसे ही है, रातें ये ख्वाबेदा तुमसे ही है। जान ले, जान ले, मेरा हर एक सफर तुमसे ही है, मंजिले रास्ते तुमसे ही है। जान ले, जान ले, सवाल एक है मेरा, क्या तुम्हें भी प्यार है? ये जानना इस दिल को जरूरी तो है, जरूरी तो है, जरूरी तो है। वो तू ही तो है, जरूरी तो है। वो तू ही तो है, जरूरी तो है। मैंने चाहा तुझे, मेरी खता नहीं, मेरी खता है कि तुझे पता नहीं। मैंने चाहा तुझे, मेरी खता नहीं, मेरी खता है कि तुझे पता नहीं। तेरे नाल प्रीता लईया, ओ तेरे नाल प्रीता लईया। वे माही तैनू खबर नहीं, तेरे नाल प्रीता लईया। वे माही तैनू खबर नहीं, ओ किन्ने साल इंतजार में बिताया, ओ किन्ने साल इंतजार में बिताया। वे माही तैनू खबर नहीं, वे माही तैनू खबर नहीं। तेरे नाल प्रीता लईया, वे माही तैनू खबर नहीं। मैंने चाहा तुझे, मेरी खता नहीं, मेरी खता है कि तुझे पता नहीं। मैंने चाहा तुझे, मेरी खता नहीं, मेरी खता है कि तुझे पता नहीं। कुछ दिन मेरे यार पुराने की हो गया, की हो गया, की हो गया हो। तेरे नहीं क्यों होश ठिकाने, की हो गया, की हो गया, की हो गया हो। कमले नु तेरे होर किसे दी, कमले नु तेरे होर किसे दी। लोड़ ते फिक्र नहीं, वे माही तैनू, वे
नहीं तेरे नाल प्रीता लाइया